തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. രാഹുൽ ഗാന്ധി എന്താ കേസ് കൊടുത്തത്? രാഹുൽ ഗാന്ധി 0 കേസ് കൊടുത്തു. 0. നരേന്ദ്രമോദി പറയുന്ന വർഗീയ പരാമർശങ്ങളെ വളരെ ലഘൂകരിക്കുകയും അതിന് എതിരായിട്ട് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ വലിയ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കുക. എത്ര എണ്ണം രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വർഗീയ പരാമർശത്തിന്റെ പേരിൽ ഇവിടെ കേസെടുത്തു. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് ഭയങ്കര തട്ടിപ്പല്ല. ഈ സാധനം വെച്ചിട്ട് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോദി രാജിവെക്കേണ്ടി വരത്തില്ലെന്നേ. ഈ ഇലക്ഷൻ കാര്യങ്ങളിൽ സർക്കാർ സംവിധാനത്തിനെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദായത്. അതേ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യവും പൂട്ടും, നരേന്ദ്രമോദിയുടെ കാര്യവും പൂട്ടും. സുന്ദരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഭരണത്തിൽ വരാം. എന്താ ചെയ്യാത്ത? 45 ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തു പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കൊടുക്കാം. 45 ദിവസം കഴിഞ്ഞ പല സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഒരിടത്ത് കോൺഗ്രസ് കേസ് കൊടുക്കും. BJPയുടെ പക്ഷത്തല്ലാത്ത പത്രം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ വാർത്തകളെല്ലാം തെറ്റ്.